അപ്പോ ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇന്നിപ്പോ ഇവിടെ ഞാൻ സത്യം പറഞ്ഞ ഒരു 28 വയസ്സിലാണ് ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്റെ കയ്യിൽ നമ്മൾക്ക് നമ്മളെ കരിയർ ഒന്ന് സ്റ്റേബിൾ ആകുന്ന ഒരു ടൈമിലാണ് ഫിജിക്കാർട്ട് കൺസെപ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇന്നിവിടെ മാസ്റ്റർ സെറിമണി ചെയ്ത് വിജയ മാം സംസാരിക്കുന്ന സമയത്ത് മാം ഹസ്ബൻഡ് റിട്ടയർ ആണ്, IIT മക്കളെ ഒക്കെ എല്ലാരും വെൽ സെറ്റിൽഡ് ആയിട്ട് അല്ലെ, മക്കളായാലും എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വീട്ടമ്മയാണ്, ഒരു അമ്മയാണ് അല്ലെ. ചിന്തിക്കുന്ന സമയത്ത് വേറെ ഒന്നും മാമിന് നേടാനായിട്ട് കൂടുതലായിട്ട്, പക്ഷെ എന്നിട്ടും മാമിന്റെ എന്തുകൊണ്ട് ഫിജിക്കാർട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, ഇപ്പൊ മക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് പോകും അല്ലെ, എല്ലാവരും അപ്പൊ ഫ്രീ ആകുന്ന സമയത്താണ് നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ എന്ന വ്യക്തി അല്ലെ, നമുക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു തോട്ടൊക്കെ എന്താ പറയാ അതിനെ ഫുൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഇപ്പോഴും എന്തോ നമ്മളുടെ ഉള്ളില് ഇപ്പൊ നമ്മൾ ഒരു ഡിഗ്രി ഒക്കെ പണ്ട് കാലത്ത് പഠിച്ചതായിരിക്കാം, എന്തോ ഒരു എന്താ പറയാ ഒരു വാക്കമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം നമ്മളുടെ ലൈഫിൽ ചിന്തിക്കുന്ന സമയത്ത്. അപ്പോ അവർക്കൊക്കെ നമ്മൾക്കൊരു ലാബില് അല്ലെ, നമ്മൾക്കൊരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇപ്പോഴും ലൈഫ് സെറ്റിലായി വെൽ സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന സമയത്തും നമ്മൾ ഉള്ളിന്റെ ഉള്ളില് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ഏരിയ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഫിജിക്കാർട്ടിൽ വന്ന് ഈ ഒരു കൺസെപ്റ്റ്, നമ്മൾ ഈ ഒരു ഏജിൽ ഇപ്പൊ പോയിട്ട് നമുക്കൊരു ജോലിക്ക് പോവാനോ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഹോം വേറൊരു ജോലി കിട്ടാനോ അല്ല, എക്സ്പീരിയൻസും നമുക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടിയിട്ടൊന്നും ഒരു ജോലിയോ വേറെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമുക്ക് കടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മള് മക്കളൊക്കെ വിവാഹം കഴിഞ്ഞൊക്കെ പോയി നമ്മൾ വെൽ സെറ്റിൽഡ് ആയി പോയെങ്കിൽ കൂടി ഇപ്പൊ റിട്ടയർമെന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ ഫിജിക്കാർട്ടിലുണ്ട്, റിട്ടയർ ആയിട്ടുള്ള ബാങ്ക് മാനേജേഴ്സ് ഉണ്ട് ഫിജിക്കാർട്ടില്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് പോലും എൻഗേജ്ഡ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുക, നമ്മളൊരു ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോ ഒന്നല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇടണം അല്ലെ, എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അവിടെ കറണ്ട് ബില്ല് അടയ്ക്കണം, ആ കടയുടെ വാടക കൊടുക്കണം, അവിടെ ഒരു സ്റ്റാഫിനെ നിർത്തണം, ആ സ്റ്റാഫിന് നമ്മൾ പൈസ കൊടുക്കണം, അവിടെ ഒത്തിരി പ്രൊഡക്ട്സ് സർവീസസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അതിന്റെ പിന്നിലൂടെ നമ്മൾ ഓടേണ്ട ഒത്തിരി ആവശ്യങ്ങളുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ ആ ഒരു ഏജ് നമുക്ക് അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്താ പറയാ, ആ ഒരു ഏജില് നമുക്ക് ഇതൊക്കെ ഓടി നടക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഫുൾ പ്രസൻസ് ആ ബിസിനസ്സിൽ കൊടുക്കണം. ഇതൊക്കെയാണ് നോർമൽ ഒരു ബിസിനസ്. നമ്മള് ആ ഒരു ടൈമിലോ പിന്നെ വിജയ മാമിന്റെ കേസ് ഞാൻ ഇന്ന് മനസ്സിലൂടെ ഓടിപ്പോയ ഒരു ചിന്തയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഫിജിക്കാർട്ടിൽ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഈ ക്യാമറ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് നോക്കി നോക്ക് അല്ലെ, എത്രയോ ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും അങ്ങനെയുള്ള സ്റ്റക്കായി പോയിട്ടോ മാം. ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ഓക്കെ ആണോ മാഡം? ഇപ്പൊ ഓക്കെ ആണോ? നെറ്റ് ഇഷ്യൂവിന്റെ എനിക്ക് തോന്നുന്നു മഴയും. ഓക്കെ, എനിക്ക് തോന്നുന്നു മാമിന്റെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. കാരണം ഞാനിവിടെ ഇവരൊക്കെ ലൈവായിട്ട് മൂവിനൊക്കെ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? സ്റ്റക്കായി നിൽക്കായിരുന്നു. അല്ല, ഓക്കെ ആണ് മാം, ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നു മാമിന്റെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതായിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്യാമറ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോ
അവർക്കൊക്കെ ഇനിയുള്ള റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും എൻഗേജ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രൊഡക്റ്റീവ് ആയി ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നമ്മൾ ഡെയിലി ഇത്ര മാസം ഫീസ് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയാ, ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്, യോഗ ക്ലാസ്സിന് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഇല്ലേ ഒരു കാറ്റഗറി ഓഫ് ആളുകളൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റില് ജസ്റ്റ് അല്ലെ, ആ ഒരു തോട്ടിലും ചിന്തിച്ചു നോക്കി, ഫ്രീ ഓഫ് കോസ്റ്റ് 10 പൈസ നമുക്ക് ലൈഫ് ലോങ് ചെലവില്ല അല്ലെ. ഇവിടുത്തെ ട്രെയിനിങ്സ് കിട്ടാനും ജീവിതത്തിലെ സക്സസ് ആയ ആളുകള് ഏതൊരു കാര്യത്തിലും ഏതൊരു ബിസിനസ്സിലും ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാല്, എനിക്കൊരു മോളുണ്ട്. ഇപ്പൊ എന്റെ മോളെ ഞാൻ എന്താക്കണം എന്ന് ചിന്തിക്കുന്ന സമയം നമ്മള് ഓഫ്കോഴ്സ് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ നമ്മൾ എന്തുകൊണ്ട് ഒരു നല്ലൊരു പ്രൊഫഷനിലേക്ക് അവരെ എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യത്തിന്റെ നോളജ് എനിക്കുണ്ട്. അപ്പോ ഞാൻ ചിലപ്പോ പഠിപ്പിക്കാൻ പോകുന്നത് മെഡിസിനോ ചിലപ്പോ ടീച്ചിങ്ങോ അല്ല. കാരണം എനിക്ക് ആ ഒരു മേഖല യാതൊരു പരിചയമില്ല. ടീച്ചിങ്ങും മെഡിസിനും നഴ്സിങ്ങും ഒന്നും എനിക്ക് പരിചയമില്ല. ഇവിടെ എന്തായിരുന്നു എനിക്ക് ഇല്ലാതിരുന്ന ഒരു അറിവ്, നമ്മള് പഠിച്ചു കഴിഞ്ഞ ഇലക്ട്രിക്കൽ ബിടെക് ആണ് പഠിച്ചത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോ അവിടെ കറക്റ്റ് ഏത് റൂട്ടിലൂടെ ആയിരുന്നു ഞാൻ പോകേണ്ടത് എന്ന ഒരു മിസ്റ്റേക്ക് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്റെ മകളെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാത്തൊരു മേഖല ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എനിക്കറിയുന്ന ഒരു മേഖല ബിസിനസ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഫീൽഡാണ്. അപ്പോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഫിലിം ഫീൽഡിലുള്ള ആളുകളുടെ മക്കൾക്ക് ഫിലിം ഫീൽഡിലേക്ക് ഈസി ആയിട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടേഴ്സ് ആവാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഗവൺമെന്റ് ജോലിക്കാര്, അപ്പോ അവർക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റാതെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അച്ഛന്റെ പോലെ അമ്മയുടെ പോലെ ആവില്ല, നിങ്ങൾക്ക് ഇങ്ങനെ നേടാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ആ അറിവ്, എന്തറിവ് എനിക്ക് ഇല്ലാതിരുന്ന അറിവ്, എനിക്ക് ആ സമയത്ത് ആ പ്രായത്തിൽ എനിക്ക് ഇല്ലാതിരുന്ന ഒരു അറിവ് എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്ന് അറിയാൻ പറ്റും. അതൊരു വലിയൊരു അറിവ് തന്നെയാണ്. അപ്പോ അതല്ല, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, എനിക്ക് അതിലൊന്നും ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഡോക്ടറാക്കാം എന്ന് ചിന്തിച്ച ഒന്നും അറിയാത്തൊരു പടികുഴിയിലേക്കാണ് നമ്മൾ വീണ്ടും കാലെടുത്ത് എത്തിക്കുന്നത്. എഞ്ചിനീയറിംഗ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമ്മളെ ഫാമിലി ആർക്കും എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമ്മൾ കടന്നു വന്നു, നമുക്ക് പറഞ്ഞുതരാൻ ഒരാളില്ല. സോ നമ്മൾ അതിന്റെ കുറച്ച് മിസ്റ്റേക്സുകളും കൃത്യമായ പാത്ത് നമുക്ക് അറിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പോ അതും ഒരു അറിവാണ്. അപ്പൊ ഫിജിക്കാട്ടില് ഇവ ബിസിനസിനെ പറ്റി എന്ത് ചോദിക്കുന്ന സമയത്തും എന്റെ മോള് ബിസിനസ് ചെയ്യണമെങ്കിൽ അത് എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് 100% നമുക്കറിയാം. അല്ലെ എന്റെ മോൾക്ക് അമ്മ എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അവിടെ നമുക്കറിയാം. അതല്ല നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ ഫിജിക്കാട്ടില് ഇവിടെ വരുന്ന ഓരോ ലീഡേഴ്സും നിങ്ങൾക്ക് മുൻപില് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സെയിം ചിന്താഗതിയോടെയാണ് പറയുന്നത്. കാരണം ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ മേഖല ഒരു പരിചയമില്ലാതെ വന്ന് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അറിവില്ലായ്മ കൊണ്ടും ഒരുപാട് മിസ്റ്റേക്കുകൾ കൊണ്ടും പല ഫിജിക്കാട്ടില് പല നമ്മൾ സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കൃത്യമായ അറിവ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ. അപ്പൊ ഇന്ന് നടക്കുന്ന പോലെയുള്ള ഇത്രയും ട്രെയിനിങ് സെഷനും ഇത്ര നല്ല 7 AM ഇതും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വല്ലപ്പോഴൊക്കെ നമുക്ക് 7 AM എന്നൊക്കെ പറഞ്ഞ് ഇത്ര ലീഡേഴ്സ് എടുക്കുന്ന ഒരു സെഷൻസ് ഒന്നും ഇങ്ങനെയൊന്നും ഇത്രയോ ഒന്നും കിട്ടിയിരുന്നില്ല. ഇത്രയും ട്രെയിനിങ് സെഷൻസ് ഒന്നും കിട്ടിയിരുന്നില്ല അന്നൊന്നും. കാരണം ഫിജിക്കാട്ടിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു സ്റ്റേജ് അല്ലേ ആയിരുന്നു. അന്ന് ഇത്ര അച്ചീവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഡേ ബൈ ഡേ 50,000 രൂപ കിട്ടിയതും അല്ലെ 1 കോടി കിട്ടിയതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളെ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് സത്യം പറയട്ടെ, അന്ന് ഇതിലൂടെ അച്ചീവേഴ്സ് ഇല്ല. അച്ചീവേഴ്സ് ഒന്നും ഈവൻ ടോപ്പിൽ നിൽക്കുന്ന ആള് വരെ ഇന്ന് ഞാൻ നിൽക്കുന്ന റാങ്കിലല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ടോപ്പില് ഏറ്റവും ഫിജിക്കാട്ടിലെ ടോപ്പിൽ നിൽക്കുന്ന വ്യക്തി ഇന്ന് ZSDM എന്ന് പറഞ്ഞ 11ാമത്തെ റാങ്കിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ഒരു റാങ്കിലല്ല നിൽക്കുന്നേ.
അത്രയ്ക്കൊരു ഇൻകം ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ വാങ്ങിയിട്ടുള്ളൂ. വളരെ കുറച്ച് പ്രൊഡക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഫിജി കാർട്ടിലേക്ക് കടന്നു വന്നത്. 2020 മാർച്ചിലാണ് ഞാൻ കടന്നു വന്നത്. അപ്പൊ ജസ്റ്റ് സമയം 7:30 ആവുന്നു. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം എന്റെ ടീമിലുള്ളവർക്ക് കുറച്ചൊക്കെ എന്നെ പറ്റി അറിയാം. പക്ഷെ പുറത്തുനിന്നുള്ള ഒരുപാട് ടീംസ് ഉണ്ട്. സോ അവർക്കൊന്നും പുതുതായിട്ടുള്ള ഒരുപാട് ആളുകൾക്കും വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് മേഘ വിജയ മാം. പരിചയപ്പെടുത്തി. വീട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. ഞാൻ ഞാൻ KSEB-യിലായിരുന്നു, കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. 5 വർഷം വർക്ക് ചെയ്ത് വരുന്ന സമയത്താണ് 2020 നമ്മള് ഗവൺമെന്റ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഫിജി കാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് കൊറോണ സമയത്ത് അത് നമുക്ക് എക്സാംസ് ഇല്ല, ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല, ഇനി എന്താണ് ലോകം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് എന്താ പറയാ നമ്മൾ നമുക്ക് ഒത്തിരി കാര്യങ്ങള് ലൈഫിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇനി അതെല്ലാം കെട്ടിപ്പൂട്ടി നമ്മളിങ്ങനെ ഇനി അതൊന്നും ആ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോണില്ല എന്ന് ഒത്തിരി നമ്മൾ പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 8ാം ക്ലാസ് മുതൽ ഞാൻ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോ ആ 28ാമത്തെ ഏജിലാണ് ഫിജി കാർട്ട് കിട്ടുന്നത്. അതുവരെ KSEB-ൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും കുഞ്ഞി മോളായിരുന്നു, 1 വയസ്സ് ഒക്കെ ഉള്ള. എന്നിട്ട് പോലും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ നേരെ PSC കോച്ചിങ് സെന്ററിലേക്കൊക്കെ പോവായിരുന്നു. ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും നമുക്ക് ഉച്ചക്ക് ആവുമ്പോഴേക്കും. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ അങ്ങനെ PSC ലിസ്റ്റിലൊക്കെ കയറി വന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പോ ഞാനിങ്ങനെ ഉറപ്പിച്ചു. അതുവരെ ഒന്നിനോട് വിട്ടുകൊടുത്തിട്ടില്ല നമ്മള്, ഒന്നിലും തകർന്നിട്ടില്ല. അന്ന് ശരിക്കും വിട്ടുകൊടുത്തു, ജീവിതം തന്നെ വിട്ടുകൊടുത്തു. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോ അവർക്കത് എത്ര പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. 2020 മാർച്ച് 10-ാം തീയതി ആയിരുന്നു. എനിക്ക് ആ ഡേറ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നവരെ ഞാൻ മറക്കില്ല. കാരണം നമുക്കൊരു ചെറുപ്പം മുതലൊരു അംബീഷ്യസ് ആയിട്ട് ഇന്ന രീതിയിൽ നമുക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ച് നമ്മളെ വീട്ടിലെ ഇപ്പോഴും പുസ്തകങ്ങളെ ഷെൽഫൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആ പുസ്തകങ്ങള് എടുത്ത് ഓപ്പൺ ചെയ്തിട്ടില്ല. അന്ന് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം. മാർച്ച് 10-ാം തീയതിയാണ് കൊറോണ എന്ന് പറഞ്ഞ് ഷട്ടർ ഇട്ട ദിവസം. നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റില്ല, നമ്മളിതൊക്കെ മറന്നുപോയി. ഇന്നും ഫിജി കാർട്ട് പറഞ്ഞ സമയത്ത് എനിക്ക് എന്റെ ജീവിതാനുഭവങ്ങൾ വേറെ ഇല്ല. അപ്പൊ നമ്മളെ ഇത് തന്നെയായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും പറയാം. അപ്പോ പറയുന്ന ആളുകൾക്ക് ഈസിയാണ്. എന്തുകൊണ്ട് എന്നിപ്പോ നമ്മള് ഗവൺമെന്റ് ജോബ് നോക്കുന്നില്ല, എന്തുകൊണ്ട് ഈ ബിസിനസ് എന്ന് പറയും. പക്ഷെ നമ്മൾ കടന്നുപോയ വഴികൾ നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ച് ശരിക്കും 2 വർഷത്തോളം നമ്മൾ ആ ഒരു വിഷമത്തിൽ കടന്നു പോകേണ്ടതായിരുന്നു. കാരണം ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പൊ ശരിക്കും നമ്മൾ ആ വലിയൊരു ജീവിതത്തിന്റെ ഒരു പടുകുഴിയിൽ വീഴേണ്ട ഒരു സമയത്ത് വളരെയധികം ജീവിതം സ്വപ്നം കണ്ടതിൽ മേലേക്ക് കൈപിടിച്ച് എനിക്കൊരു പ്രതീക്ഷ തന്നത് ഫിജി കാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഞാൻ അതുവരെ ഇട്ടതിന്റെ ഒരു എന്താ പറയാ ഒരു 30% നമ്മൾ അതുവരെ ലൈഫ് ഇട്ടതിന്റെ ഒരു 30%, 20% ഇവിടെ ഇട്ടപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട സമയത്ത് നമുക്ക് വലിയ രീതിയിൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. പക്ഷെ ആ മാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോഴും എന്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ കൺസെപ്റ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പൊ കൊറോണ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, ജോലിക്കൊക്കെ പോവാണ്. പക്ഷെ അന്ന് നമുക്ക് വേറെ കാര്യങ്ങൾ ഒരുപാട് എൻഗേജ്ഡ് അല്ല നമ്മള്. അപ്പോ ഈ 7 AM സെഷൻസും 7 AM ആണ് ഫിജി കാർട്ടില് ഞാൻ എന്താണെന്ന് തിരിച്ചറിയാനും ഒക്കെ നമ്മൾക്ക് കാരണമായത്. അപ്പോ ഈ 7 AM കേൾക്കാനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു, ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒരു സമയം എന്നല്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം എന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള
ഇതൊക്കെ നമ്മൾ ചെയ്തു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയേണ്ട കാര്യം, നമ്മളിപ്പോ അവിടെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞാൽ പോലും സത്യം പറയട്ടെ, ഒന്ന് വന്ന് നമ്മളിപ്പോ KICB പല ഫങ്ഷൻസ്, റിട്ടയർമെന്റ് ഫങ്ഷൻസും പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഒരാൾ വന്ന് ഇവിടുത്തെ സ്റ്റാഫിൽ ഒരാൾ വന്നിട്ട് നന്ദി പറയൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുമ്പിട്ടിരിക്കും, നമ്മളെ മുഖം കാണല്ലേ, നമ്മളെ വിളിക്കല്ലേ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ആവരുത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു പ്രൈവറ്റ് ജോലി നോക്കാനുള്ളത്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് പോകാനുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഗവൺമെന്റ് ജോബ് തന്നെ നോക്കിയിരുന്നത്. അപ്പൊ ഫിജിക്കാട്ടിൽ വന്ന സമയത്തും സെയിം തന്നെ ഉള്ള വ്യക്തിയാണ്. നമ്മളൊരു ഓണങ്കേറാമൂലയിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അപ്ഡേഷൻസ് കുറവായിരിക്കും. നമ്മൾ അപ്ഡേറ്റഡ് അല്ല, നമ്മൾ ഇത്രയ്ക്ക് സ്മാർട്ട് അല്ല, നമ്മൾ ഇത്രയ്ക്ക് ബോൾഡ് അല്ല, നമ്മൾ ഇത്രയ്ക്ക് കോൺഫിഡന്റ് അല്ല. വളരെ സുഖമായിട്ട് അടുത്ത ഫയൽസ്, ഡെയിലി ഡയറീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങൾ അടിച്ചു കയറ്റുക, കുറച്ച് കാര്യങ്ങൾ പഠിച്ചതൊക്കെ വെച്ച് ചെയ്യുക, മെയിൻ്റെനൻസ് വർക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഉള്ള ഒരു എന്താ പറയാ ഒരു രീതിയിലേക്ക് ഇന്നൊക്കെ എന്താ പറയാ, ഞാൻ പോലും ജീവിതത്തില് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയാ ഇത്രയ്ക്കും വരുമാനം കിട്ടുന്നതല്ല കേട്ടോ. നമ്മൾക്ക് എന്താ പറയാ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, നമ്മളുടെ ഒരു കരിയർ എന്തായിക്കോട്ടെ, നമുക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത് ഫിജിക്കാട്ടാണ്. കാരണം ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് എല്ലാവരും സീറോയിലാണ് അല്ലെ. 2000 രൂപ 500 രൂപ ഒക്കെ വരുമാനം വാങ്ങുന്ന ആളുകളെ ഒക്കെ ആയിരിക്കും നമ്മൾ അല്ലെ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കും നമുക്ക് ഫസ്റ്റ് പെയർ മാച്ചിങ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ പെയർ മാച്ചിങ് ഒക്കെ കിട്ടി, ഫസ്റ്റത്തെ ഒരു ഇൻകം വന്നു, ചെറിയൊരു കോൺഫിഡൻസ് വന്നു. ആദ്യത്തെ എന്റെ വിചാരം നമ്മളുടെ രണ്ട് വിങ്ങിലും, രണ്ട് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും, രണ്ട് ഓർഗനൈസേഷനിലും ഓരോ ആളുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു ഫിജിക്കാട്ട്, സമാധാനമായി എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ രണ്ടുപേര് വന്ന സമയത്ത് ഇനി ഫിജിക്കാട്ട് സെറ്റായി. പക്ഷെ അതിന് അവര് വന്നതിന് ശേഷം പിന്നെ നമുക്കൊരു കമ്മിറ്റ്മെന്റ്, അവര് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുന്നു, അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കണം. സത്യം പറയട്ടെ, എന്റെ അണ്ടറിലുള്ള ആളുകൾ വന്നതിന് ശേഷമാണ് ഞാൻ ഫിജിക്കാട്ട് പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ആകെ എനിക്കറിയുന്ന ഇൻവിറ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇൻവിറ്റേഷൻ ആണ് അറിയണ്ടേ, നമുക്ക് ലീഡ്സ് ആണ് കിട്ടണ്ടേ. നമ്മള് രണ്ട് സൈഡിലും ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ സമാധാനായി, ഇനി അവര് ചെയ്തോളും. അവര് രണ്ടുപേരെ കൊണ്ടൊരു അങ്ങനെ ഇതായിരുന്നു. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഫിജിക്കാട്ടിന്റെ കൺസെപ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമുക്ക് ഫസ്റ്റ് കിട്ടേണ്ടത് ലീഡ്സ് ആണ്. അപ്പോ ലീഡ്സ് കിട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻവിറ്റേഷൻ. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. നിങ്ങൾ കേട്ടെടുത്തൊരു കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് ഒരിക്കലും ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെയാണ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 7 AM കിട്ടുന്ന അറിവാണ്, ഇവിടുത്തെ ട്രെയിനിങ്സിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ചിലപ്പോൾ ഫിജിക്കാട്ട് എന്ന കൺസെപ്റ്റിലേക്കും പ്ലാനിലേക്കും ഡെപ്ത് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടാവില്ല, പ്രൊഡക്ട്സിനെ പറ്റിയും നമ്മൾ ഡെപ്ത് ആയിട്ട് പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ ആയ വ്യക്തികളോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. 5 മാസമോ 6 മാസമോ ആയ ആളുകളോടല്ല ഞാൻ പറയുന്നത്. ജോയിൻ ചെയ്ത് 2 ആഴ്ച ആയിട്ടുള്ളൂ, 1 മാസം ആയിട്ടുള്ളൂ. ചിലപ്പോ നമ്മള് ഞാനൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ ലെഫ്റ്റിലും 2 സൈഡിലും ജോയിനിങ്സ് വന്നു, കൺസെപ്റ്റിലോട് അസോസിയേറ്റ് ചെയ്യാൻ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നു. അതിനുശേഷമാണ് ഇതിനെ പറ്റിയപ്പോ ആദ്യം ഉണ്ടായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഈ കൺസെപ്റ്റ് വിജയിക്കാൻ കാരണമായ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത്, നമ്മൾ ഇവിടത്തെ നമ്മളെ കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ, ആ ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിച്ചു. എന്റെ കോളേജിലെ ജൂനിയർ ആയിട്ടുള്ള സ്മേര മാം ആണ് എന്റെ കൺസെപ്റ്റ് പരിചയപ്പെടുത്തിയത്. അപ്പോ ആളുടെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണല്ലോ ഞാനിവിടെ വന്നത്. അപ്പൊ ആ സെയിം കോൺഫിഡൻസ് എനിക്കും കിട്ടി. കാരണം ആ ഒരു കോൺഫിഡൻസ് എന്റെ വാക്കുകളിൽ നമ്മൾ പറയുന്ന സമയത്തും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ 7 AM കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് പ്ലാനൊക്കെ BOP ഒക്കെ ഓപ്പൺ ചെയ്ത് TV സീരിയൽസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു അന്ന്.
5 വർഷങ്ങൾക്ക് മുൻപ്. നമ്മളെ പാർട്ടിസിപ്പൻസിൽ കൊടുത്ത് അപ്പോൾ നമ്മൾ പ്ലാനിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഇന്നതൊക്കെ കിട്ടുമെന്നറിയാം. ആധികാരികമായിട്ട് സംസാരിക്കാനും ഒരാളടുത്ത് സംസാരിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ നന്നായിട്ട് കൊടുക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മളുടെ വാക്കുകൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുവന്ന വ്യക്തി ഇവിടെയും നമ്മൾക്ക് ഇതൊരു കൺസെപ്റ്റ്, നമ്മൾക്ക് എക്സ്ട്രാ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൺസെപ്റ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് കയറിയത്, നമ്മൾ എന്തുകൊണ്ടാണ് ഫിജിക്കാർട്ടിൽ കയറിയത്? ബോബി ചെമ്മണ്ണൂർ സാറിനെ കണ്ടിട്ടും ഇവിടെ നിന്ന് ആ പ്ലാനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. കമ്പനി കിട്ടുന്ന ഇത്ര പ്രോഫിറ്റിന്റെ 42% ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ കൊടുക്കുന്നു. പിന്നെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളൊരു ബോധം, ഒരു അവബോധം ഉണ്ടായിരുന്നു. അതായത് ഇതെന്ന് വെച്ചാല് ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെ തന്നെ ഡയറക്റ്റ് മാനുഫാക്ചറിങ് സ്ഥലത്ത് നിന്ന് കസ്റ്റമറിന്റെ കൈകളിൽ പ്രൊഡക്റ്റ് എത്തുന്നു. അപ്പൊ അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈ ബിസിനസ് രംഗത്തും ഈ മേഖലയിലും പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറവ് പൈസ കിട്ടുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവർക്ക് വളരെ കുറവ് പൈസ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതില് ഇപ്പൊ റീറ്റെയിൽ ആയിട്ട് ഒരു ഷോപ്പ് നമ്മളടുത്ത് പോയി വാങ്ങുന്നവർക്കും അവർക്കും ചെറിയൊരു, അവര് വാങ്ങുന്ന പൈസന്ന് അവർക്കും വളരെ ഒരു വലിയൊരു ഇൻകം കിട്ടുന്നില്ല. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഈ പ്രൊഡക്ഷൻ ചെയ്ത അവിടെ നിന്നും ഈ റീറ്റെയിൽ എന്ന് പറഞ്ഞ ഈ ഷോപ്പിലേക്കും ഈ ജനങ്ങളിലേക്കും കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുന്നതിനിടയിലുള്ള ആളുകൾക്ക് വലിയ ജോലിയൊന്നുമില്ല അല്ലെ. കഷ്ടപ്പെട്ട് മാനുഫാക്ചർ ചെയ്ത് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവർക്ക് എന്താ ആകെ ആവശ്യം, അവർ കണക്ട് ചെയ്യുന്നു മാനുഫാക്ചറിനെയും റീറ്റെയിലിനെയും അല്ലെങ്കിൽ കസ്റ്റമറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അവിടെ നിന്നും സാധനം കളക്ട് ചെയ്ത് ഇവിടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു. ഉൽപാദകരിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്ത് ആവശ്യക്കാരെ കണ്ടുപിടിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങുന്നത് അവരാണ്. അപ്പോ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്നത് ഈ സെക്കൻഡ് നിൽക്കുന്ന ആളുകളാണ്. ഫസ്റ്റ് ഉൽപാദകർ, സെക്കൻഡ് മീഡിയേറ്റേഴ്സ്, അതിൽ നിൽക്കുന്ന ആളുകൾ കൊണ്ടെത്തിക്കുന്ന ആ ഒരു കാറ്റഗറി, ലാസ്റ്റ് ആണ് കസ്റ്റമറിലേക്ക് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു 10 രൂപയുടെ ഒരു സാധനം 100 രൂപ വരെ ആവാം. ചിലപ്പോ ഒരു 50 രൂപയുടെ ഒരു ഹോർലിക്സ് ഇവിടെ എത്തുമ്പോൾ 300 രൂപ വരെ. 50 രൂപ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കമ്പനി കിട്ടുന്നുണ്ടാവുള്ളൂ, അത് 300 രൂപ വരെ ആയി. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ പൈസ ആർക്കൊക്കെയാണ്? ഒന്ന് ആലോചിച്ചൊക്കെ. അപ്പോ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ, അതാ പറയുന്ന മാർക്കറ്റിംഗ്, അതാ ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടി, അവിടെയാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. അത് അഡ്വർടൈസ്മെന്റിലൂടെയും അതുപോലെ തന്നെ നമുക്ക് പോയി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ. കണ്ടുപിടിച്ച് അത് ട്രാൻസ്പോർട്ടേഷൻ അവരുടെ അങ്ങനെ എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, വെൻഡേഴ്സ്. അപ്പോ ഇവിടെ ഫിജിക്കാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് മാനുഫാക്ചറിങ് സ്ഥലത്ത് നിന്നും നമ്മൾ ഫിജിക്കാർട്ട് എന്ന കമ്പനിയാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിലേക്ക്, ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റും സർവീസസും ഉണ്ട്. പ്രൊഡക്റ്റും ഉണ്ട്, സർവീസസും ഉണ്ട്. അപ്പോ ഇവിടെ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കമ്പനി നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സ് മാനുഫാക്ചർ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ പറയുന്ന കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ അതെങ്ങനെ എത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അവരെങ്ങനെ പർച്ചേസ് ചെയ്യുന്നു, അതിന്റെ ഡേറ്റ് മാറുന്നതോ മാനുഫാക്ചറിങ് ഡേറ്റോ അല്ലെങ്കിൽ എത്ര നാൾ വരെ അത് ഉപയോഗിക്കാം, ഇതൊന്നും അവിടുത്തെ ഇങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് സ്റ്റാഫുകൾ വേണം, അതിനൊരു ഓഫീസ് വേണം അല്ലെ, പാക്കിംഗ് ആയാലും കാര്യങ്ങളായാലും. അപ്പോ ഇതൊന്നും തന്നെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രയ്ക്കും റിസ്ക് നമുക്ക് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആവശ്യക്കാരുമായിട്ട് കണ്ടുപിടിക്കുകയാണ് ഈ ഒരു. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റും ഉണ്ട്, പ്ലസ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറയും അല്ലെ. അപ്പോ ഇപ്പോ
ഒരു സിനിമ കണ്ടിട്ട് ദൃശ്യം 3 നല്ല സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ ദൃശ്യം 3 വളരെ മോശമായിരുന്നു. അപ്പൊ എന്റെ അനിയത്തി പോയി കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലാടി, ഞാൻ പോയി കാണുന്നതാ, ഞാൻ പോയി കണ്ടില്ല. അപ്പോ അതുപോലെ ഒരു സത്യം പറഞ്ഞാൽ ഇത് എല്ലാ ബിസിനസ് മേഖലകളും വിജയിക്കുന്നത് റെഫറൽ മാർക്കറ്റിലൂടെയാണ്. അപ്പോ ഇവിടെ ഫിജിക്കാർട്ടിലും നമ്മളിന്ന് റെഫർ ചെയ്യാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇതാണ്. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തൊരു കാര്യമാണ് അല്ലെ, നമ്മൾ ജീവിതത്തിൽ നമ്മൾക്കൊരു വരുമാന മാർഗത്തിന് അല്ലെങ്കിൽ നമ്മളെ ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനത്തിന് തെരഞ്ഞെടുത്തൊരു കാര്യമാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എന്താണെന്നുള്ളൊരു എന്തുകൊണ്ടാണ് നമ്മൾ ഫിജിക്കാർട്ട് തെരഞ്ഞെടുത്തത് എന്നൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവിറ്റേഷനിലായിക്കോട്ടെ, മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന കാര്യത്തിലായിക്കോട്ടെ, ഫിജിക്കാർട്ടിനെ പറ്റി പറയുന്ന കാര്യത്തിലായിക്കോട്ടെ, നമുക്ക് നല്ല ഹൈ കോൺഫിഡൻസ് വരും. അതെന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും ഇൻകം വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോ സ്റ്റാർട്ടിങ് സമയത്ത് നിൽക്കുന്ന ആളുകളായിരിക്കാം, റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. നമ്മൾ ഫിജിക്കാർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഫിജിക്കാർട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ആ കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യാം. അവിടെ നല്ല രീതിയിൽ നമുക്ക് ഇൻവിറ്റേഷൻ കോൺഫിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആവാം. കാരണം വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാല് മരിച്ചു കഴിഞ്ഞാൽ മതി. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഇന്നുണ്ടാകും. ഈ പ്രശ്നം തീർന്നിട്ട് നാളെ തുടങ്ങി വർക്ക് ചെയ്ത് തുടങ്ങും. ഇതൊന്ന് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് തീരട്ടെ. ഈവൻ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്ത്